നമസ്കാരം. ഞാൻ അമ്മു ഓസേപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. സെലിബ്രിറ്റിയായ എങ്ങനെയും ശാസ്ത്രീയ നൃത്തം കളിക്കാൻ പറ്റുമോ? സെലിബ്രിറ്റി ആവുക എന്നതാണോ ഒരു ശാസ്ത്രീയ നൃത്തം എങ്ങനെയും കളിക്കാനുള്ള ഒരു യോഗ്യത എന്നതാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അധികമായിട്ട് കണ്ട ഒരു സെലിബ്രിറ്റിയുടെ ഒരു ശാസ്ത്രീയ നൃത്തമുണ്ട്. അതിന്റെ ഒരു വീഡിയോ അങ്ങനെ വൈറലായി പോയിക്കൊണ്ടേയിരിക്കുവാണ്. എനിക്കത് കണ്ടപ്പോൾ ഒത്തിരിയേറെ സങ്കടം തോന്നി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ ചെയ്തതൊരു വലിയ കാര്യം തന്നെയാ. ഒരു സെലിബ്രിറ്റി ആവുമ്പോ, ഒരു നടിയായി കഴിയുമ്പോൾ അവർക്ക് ആ ശാസ്ത്രീയ നൃത്തത്തിന്റെ ഒരു പ്രാധാന്യം പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. അത് ആ ഒരു പ്ലാറ്റ്ഫോം അവര് ശാസ്ത്രീയ നൃത്തം കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അതിലേറെ പ്രശംസ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. മഞ്ജു വാര്യർ, നമുക്കറിയാം, നമ്മളുടെ നടി മഞ്ജു ചേച്ചി കുച്ചിപ്പുടി പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ എത്രയോ ഡെഡിക്കേഷനോട് കൂടിയാണ്, ആൾ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത് വേദിയിൽ അവതരിപ്പിക്കുന്നത്. ചേച്ചി ഒരു റോൾ മോഡൽ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ പണ്ട് കലാതിലകമായിരുന്നു. ഒത്തിരിയേറെ നല്ല നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചു വന്നത് കൊണ്ടായിരിക്കാം, അവരാ പകർന്നു കൊടുത്ത ആ ഒരു മൂല്യമായിരിക്കാം ശാസ്ത്രീയ നൃത്തത്തില് ചേച്ചിക്ക് നല്ല നല്ല ഗുരുക്കന്മാരാണ് പണ്ട് മുതലുള്ളത്. അത് ചേച്ചിയുടെ പാരന്റ്സ് അവരോട് കാണിച്ചൊരു നീതി തന്നെയാണ്. അപ്പൊ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചത് കൊണ്ടായിരിക്കാം ശാസ്ത്രീയ നൃത്തം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നും പഴയ കലാതിലകത്തിന്, അതായത് മഞ്ജു വാര്യർ എന്ന് പറയുന്നത് പഴയൊരു കലാതിലകമാണ്. അന്ന് വളരെയേറെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന കാലത്ത് വിൻ ചെയ്ത് വന്ന ഒരാളാണ്. അന്നേ ഒരു ഡാൻസർ ആയിരുന്ന മഞ്ജു ചേച്ചിക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കണ്ട് ഡാൻസ് പഠിച്ച് ഒരു ഗുരുവും ഇല്ലാതെ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല അവര് നമ്മളെ സമൂഹത്തിന് കാണിച്ചു തന്നത്. അവരൊരു റോൾ മോഡൽ കാണിച്ചു തന്നു. നല്ലൊരു ഗുരുവിനെ, ഗീതാ പത്മകുമാർ എന്ന് പറഞ്ഞ് എന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരു തന്നെയാണ്. കുച്ചിപ്പുടിയിൽ വളരെയേറെ പ്രാവീണ്യമുള്ള ഒരു ഗുരു തന്നെയാണ് ഗീതാ പത്മകുമാർ എന്ന് പറയുന്ന പെരുമ്പാവൂർക്കാരിയായിട്ടുള്ള ടീച്ചറിന്റെ അടുത്ത് വന്ന് കുച്ചിപ്പുടി ഡാൻസ് പഠിച്ച് അത് ഞാൻ കേട്ടിട്ടുണ്ട് ചില ഇന്റർവ്യൂസിൽ. എനിക്ക് ചേച്ചിനെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ഇന്റർവ്യൂസിൽ ഞാൻ കേട്ടേണ്ടാണ്. ഷൂട്ടിങ്ങിന് എവിടെ പോയാലും അതിരാവിലെ എഴുന്നേറ്റ് നൃത്തം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്, ഷൂട്ടിങ്ങിന് പോകുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് മഞ്ജു ചേച്ചിയുടെ പെർഫോമൻസിലും കാണുന്നുണ്ട്. ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലപ്പോഴും ചേച്ചി പ്രാക്ടീസ് ചെയ്തിടുന്ന വീഡിയോ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു റോൾ മോഡലാണ്. ശാസ്ത്രീയ നൃത്തത്തിലേക്ക് മഞ്ജു ചേച്ചി തിരിച്ചു വരുമ്പോ നമ്മളെല്ലാ മലയാളികൾക്കും അഭിമാനം തന്നെയാണ്. ചേച്ചി ഇന്നും ആ ക്ലാസിക്കൽ ആർട്ട് ഫോം മുറുക്കെ പിടിക്കുന്നു. ആ ഒരു ആർട്ട് ഫോം തന്നെ ഒരു പാഷനായിട്ട് എടുക്കുന്നു. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല വേദികളിൽ പ്രസന്റ് ചെയ്യുന്നു. ഇങ്ങനൊരു റോൾ മോഡൽ ഉണ്ടായിരിക്കെയാണ് ഇപ്പോ ഏതാനും ചില കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന കലയോട് വളരെ ദ്രോഹം ചെയ്യുന്ന രീതിയിലാണ് സെലിബ്രിറ്റീസ് ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ചിലര്, എല്ലാവരും എന്നല്ല, വളരെ ചെറിയ ശതമാനം ആളുകൾ. നിങ്ങൾ എന്തിനാണ് കലേനെ ഇങ്ങനെ അപമാനിക്കുന്നത്? അതും പോരാഞ്ഞ് ഇവരുടെ ഒരു ടോപ്പിക്, അവരൊരു ഈ നൃത്തത്തിനെ കുറിച്ച് ഒരു സംസാരിച്ച, ഇത് അരങ്ങേറ്റമാണോ, എത്ര ദിവസം എടുത്തു എന്നൊരു ചോദ്യത്തിന് ഈ അടുത്ത് ഈ കളിച്ച സെലിബ്രിറ്റി അവരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് അതിനൊരു മറുപടി പറയുന്നത് 7 ദിവസം കൊണ്ട് പഠിച്ചു എന്നോ എന്തൊക്കെയാണ് പറയുന്നത്. കുട്ടി പഠിപ്പിച്ചു തന്നു, അവരെ മകള് പഠിപ്പിച്ചു എന്നോ എന്തൊക്കെയോ പറയുന്നു. എന്ത് മോശം അവസ്ഥയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു 7 ദിവസം കൊണ്ട് പഠിച്ച് കളിക്കാൻ പറ്റുന്ന ഒന്നാണോ ശാസ്ത്രീയ നൃത്തം? അല്ല. നിങ്ങൾ ഒരു വളരെ ദുർമാതൃകയായിട്ട് മാറരുത്. നിങ്ങൾ കാണിച്ചത് ഒരു നല്ല കാര്യം തന്നെയാ. നിങ്ങൾ ശാസ്ത്രീയ നൃത്തം പെർഫോം ചെയ്യാനായിട്ട് എടുത്ത ആ ഒരു മനസ്സിനെ അഭിനന്ദിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഒത്തിരിയേറെ പ്രശംസകള് ഏറ്റുവാങ്ങുമായിരുന്നു. നിങ്ങൾ കുറച്ചും കൂടി നാളത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പബ്ലിക്കിലേക്ക് നന്നായി ഒന്ന് പ്രസന്റ് ചെയ്തായിരുന്നെങ്കിൽ നമ്മളുടെ സമൂഹത്തിന്, നമ്മളുടെ ഓരോരുത്തർക്കും, നമ്മളുടെ ജനങ്ങൾക്ക് മനസ്സിലായേനെ ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നത് ഗിഫ്റ്റ് പോലെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന, പുണ്യമായ ഭൂമിയിൽ, പുണ്യമായ അമ്പലത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പരിപാവനമായ, പവിത്രമായ ഒരു സമ്മാനമാണ് എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അതൊരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണമായിരുന്നു എന്ന് ഒരു കലാകാരി എന്ന രീതിയിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. കുറച്ചു നാൾ മുൻപ് മറ്റൊരു ആർട്ടിസ്റ്റ് ഇതുപോലെ തന്നെ ഒരു അമ്പലത്തിലെ പരിപാടിക്ക് വളരെ മോശമായി ശാസ്ത്രീയ നൃത്തം കളിക്കുകയും ലോകം മൊത്തം അതിനെ ട്രോളുകയും ചെയ്തു. എന്താണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അവർക്ക് എവിടെയും വെന്യൂ കിട്ടും, ആ സെലിബ്രിറ്റിയെ കാണാൻ വേണ്ടി തന്നെ ജനം വരും എന്നത് ഒരു ലൈസൻസ് ആയിട്ട് മാറുവാണോ? അതില് നിങ്ങൾക്കൊരു ഭയം തോന്നുന്നില്ലേ? ഒരു വേദിയിൽ കയറുമ്പോ, ഒരു ശാസ്ത്രീയ നൃത്തം പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേദിയിൽ കയറുമ്പോ നമുക്ക് ശരിക്കും ഒരു ഭയം തോന്നില്ലേ? ശരിക്കും ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഭയം തന്നെ തോന്നും. ദൈവം നന്നായിട്ട് നമ്മളെ കാണാനിരിക്കുന്നവരുടെ മുൻപിൽ നമ്മൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. ഇതിന്റെ മേലെ, ഈ കലയുടെ മേലെ ഒരു ദൈവമുണ്ട്. നമുക്ക് ഈ കല എന്ന കഴിവ് തന്ന ദൈവത്തിനോട് നമ്മളൊരു നീതി കാണിക്കണം, കലാദേവിയോടൊരു നീതി കാണിക്കണം എന്നൊരു ഭയം തോന്നി നമ്മൾ ഒത്തിരിയേറെ പ്രാക്ടീസ് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ശാസ്ത്രീയ നൃത്തം. നിങ്ങൾക്ക് ആ ഒരു ഭയം തോന്നുന്നില്ലേ? ആ ഭയം നല്ലത് തന്നെയാണ്, അതൊരു ഉത്തരവാദിത്ത ബോധം തന്നെയാണ്. അതുകൊണ്ട് സെലിബ്രിറ്റീസിന് ഇഷ്ടം പോലെ വേദികൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ സമൂഹത്തിന്റെ ഒരു റോൾ മോഡൽ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ ശാസ്ത്രീയ നൃത്തത്തിന്റെ മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നന്നായി പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. അതിന് അവരെക്കാൾ കൂടുതൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഒരു ഗുരുക്കന്മാരുണ്ടാവും. ആ ഗുരുക്കന്മാരാണ് ആ നീതി കാണിക്കേണ്ടത്. ഒരു പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരാൾക്ക്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമ്മളുടെ ഒരു തെറ്റുകുറ്റങ്ങൾ മനസ്സിലാവില്ല, നമ്മൾ കളിക്കുന്നതിൽ ഒരു ഫോൾട്ട് തനിയെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനല്ലേ നമുക്കൊരു ഗുരു ഉള്ളത്. ആ ഗുരുക്കന്മാര് ഏത് സെലിബ്രിറ്റിനോടാണെങ്കിൽ കൂടിയും നമ്മളുടെ മുൻപിൽ വരുന്നത് ഒരു ശിഷ്യയാണ്. അവര് നൃത്തത്തിൽ ഒരു ശിഷ്യയാണ്, ഒരു സ്റ്റുഡന്റ് ആണ്. അവരോട് കാണിക്കേണ്ട ഒരു നീതിയാണ്, നിങ്ങൾ ഇത് നന്നായിട്ട് കളിച്ചിട്ടില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വൃത്തിയായി കഴിയുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാം എന്ന് പറയാനുള്ള ഗട്ട്സ് നമ്മൾ ഡാൻസിന്റെ എല്ലാ ടീച്ചേഴ്സും കാണിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പണ്ട് മുതലുള്ള കലാകാരന്മാര് ഒത്തിരിയേറെ വർഷങ്ങളുടെ തപസ് പോലെ പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. ഒരു ആദ്യമായി രംഗത്ത് അവതരിപ്പിച്ച നൃത്തത്തിന് ഒത്തിരിയേറെ വർഷങ്ങളുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. കാലം എത്ര മുന്നോട്ട് പോയി, എത്രയേറെ കഴിവുണ്ട് എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഒരു ഇനം. പക്ഷെ അത് നമ്മളുടെ ശരീരത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു വഴക്കം വരണമെങ്കിൽ കുറച്ച് കൂടുതൽ പ്രാക്ടീസ് വേണ്ടി തന്നെ വരും. എല്ലാവർക്കും പെർഫോം ചെയ്യാം ശാസ്ത്രീയ നൃത്തം, ഉറപ്പായിട്ടും കളിക്കാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമെടുക്കും. ഇനി നിങ്ങൾക്ക് സമയമില്ലയോ, കലാകാരന്മാരെ അപമാനിക്കുന്ന രീതിയിൽ, കലയെ അപമാനിക്കുന്ന രീതിയിൽ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അപമാനിക്കാതിരിക്കണം, കലയെ അപമാനിക്കാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.